എൻ്റെ പേജിൽ ഓർഡർ എൻക്വയറിനെക്കാട്ടി കൂടുതലും വരുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഏത് മെഷീനാണ് ഉപയോഗിക്കുന്നത്, ഏത് തരം സിസേഴ്സാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെയുള്ളത്. അപ്പം ഇതിന് ഞാൻ മറുപടി കൊടുത്ത് ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് നോർമൽ ടൈലേഴ്സ് ഉപയോഗിക്കുന്ന സിസേഴ്സാണ്. അപ്പം ഈ ഒരു വേർഷൻസ് നിങ്ങൾ അധികം ആൾക്കാരും കണ്ടിട്ടുണ്ടാവില്ല. പണ്ട് കാലങ്ങളിലുള്ള ആൾക്കാരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിച്ചളയുടെ പിടിയും ഇവിടെ ഒരു സ്റ്റീൽ പോർഷനൊക്കെ ആയിരിക്കും നോർമലി ഉണ്ടാവുക. പക്ഷേ ഇപ്പം റീസെൻ്റ്ലി ഇങ്ങനത്തെ സിസേഴ്സാണ് മെയിനായിട്ടും ഇറങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ പല സൈസ് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ 10 ഇഞ്ചാണ് വാങ്ങിച്ചത്. ഈ 10 ഇഞ്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ലെങ്ത്തിൽ ഒറ്റ സ്ട്രെച്ചിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ 7 ഇഞ്ച് അവൈലബിൾ ആണ്, 5 ഇഞ്ച് അവൈലബിൾ ആണ്. അപ്പം ഇത് നമുക്ക് മൂർച്ച വെച്ചും ഉപയോഗിക്കാൻ പറ്റും. അപ്പം മൂർച്ച വെക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാർക്ക് കൊടുത്തില്ല എങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഇത് എന്താ പറയുക, സിസേഴ്സ് മൂർച്ച വെച്ച് കിട്ടില്ല. കാരണം ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ കത്രികയാണ്. ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിരുന്നു. അത് ഞാൻ ഇതുപോലെ വീടിൻ്റെ അവിടെ പിച്ചാത്തി മൂർച്ച വെക്കാൻ വരുന്ന ആൾക്കയിൽ കൊടുത്തിട്ട് അയാൾ കുളവാക്കി തന്നിരുന്നു. അപ്പോൾ പിന്നെ എനിക്കത് മെറ്റീരിയൽ കട്ട് ചെയ്യാൻ പറ്റാതെ ഇതിപ്പോൾ ഞാൻ പുതിയത് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 425 രൂപയാണ്. അപ്പോൾ ഇഞ്ചിൻ്റെ വലിപ്പം മാറുന്നതിനനുസരിച്ചിട്ട്, അതായത് ഇപ്പം നിങ്ങളൊരു 7 ഇഞ്ചോ 8 ഇഞ്ചോ അല്ലെങ്കിൽ 5 ഇഞ്ചോ ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് റേറ്റിൽ വേരിയേഷൻസ് ഉണ്ടാകും. ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എപ്പോഴും നല്ലത് നമുക്ക് ഒരു അത്യാവശ്യം നല്ലൊരു റേറ്റുള്ള സിസേഴ്സ് വാങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് കിങ്ചി എന്ന് പറയുന്ന ബ്രാൻഡാണ്. ബ്രാൻഡിലൊന്നും ഒരു കാര്യമില്ല, പക്ഷേ മെയിനായിട്ടും ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വാങ്ങിക്കുമ്പോൾ തന്നെ ഒന്ന് കട്ട് ചെയ്ത് നോക്കുക, എന്തെങ്കിലും വായ വല്ലതും പോയിട്ടുണ്ടോ എന്ന്. കാരണം ഇതിൻ്റെ ഈ നിപ്പിൽ എവിടെയെങ്കിലും ഒരു ചെറിയൊരു പോറലുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്ത് പറ്റും, തുണി മുറിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് ആയിരിക്കും. മെഷീൻസ് ഏതാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ ഉള്ളത് വരുന്ന ദിവസങ്ങളിൽ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന സിസേഴ്സ്. അത്യാവശ്യം നല്ലതാണ്, ഡ്യൂറബിളാണ്, നമുക്ക് കുറച്ച് കാലം നിൽക്കും. ഇത് നമുക്ക് മൂർച്ച വെച്ച് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ബൈ.